100 വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ മോട്ടോർ വാഹന ഇൻഡസ്ട്രിയിൽ നടന്ന ചില രസകരമായ മധുര പ്രതികാരങ്ങളുടെ കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഒന്ന് നമുക്ക് തുടങ്ങാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രം മറ്റാരുമല്ല, നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. 1998 ടാറ്റ മോട്ടോഴ്സ് വലിയ പ്രതീക്ഷയോടെ പുറത്തിറക്കിയ ഹാഷ്ബാക്ക് മോഡലായ ഇൻഡിക്കയ്ക്ക് ഇന്ത്യയിൽ വളരെ തണുത്ത പ്രതികരണമാണ് ലഭിച്ചത്. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടും വിപണിയിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ ടാറ്റയുടെ പാസഞ്ചർ കാർ ഡിവിഷൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഇതേ തുടർന്ന് 1999 ടാറ്റ മോട്ടോഴ്സ് അവരുടെ പാസഞ്ചർ കാർ ഡിവിഷൻ ഫോർഡ് ഗ്രൂപ്പിന് വിൽക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ അമേരിക്കയിൽ നടന്ന മീറ്റിംഗിൽ രത്തൻ ടാറ്റ പോലെ പ്രമുഖർ ഉൾപ്പെട്ട ടാറ്റ മോട്ടോഴ്സിന്റെ സംഘത്തെ ഫോർഡ് ഒഫീഷ്യൽസ് അപമാനിച്ചു വിടുകയാണ് ഉണ്ടായത്. ഈ കഥയിലേക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ റീ എൻട്രി നടക്കുന്നത് 9 വർഷങ്ങൾക്ക് ശേഷം 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം കാരണം ആ സമയത്ത് ഫോർഡ് ഗ്രൂപ്പ് നട്ടം തിരിയുകയായിരുന്നു. ഈ അവസരത്തിൽ ഫോർഡ് ഗ്രൂപ്പിന്റെ അഭിമാന ബ്രാൻഡുകളായ ജാഗ്വാറിനെയും ലാൻഡ് റോവറിനെയും ടാറ്റ ഗ്രൂപ്പ് വാങ്ങിച്ചു. ഈ ഡീലിന് ശേഷം ഫോർഡ് ഗ്രൂപ്പ് മേധാവിയായ ബിൽ ഫോർഡ് പറഞ്ഞത്, ഇങ്ങനെ ഒരു അവസരത്തിൽ ജാഗ്വാറും ലാൻഡ് റോവറും വാങ്ങിച്ച് ടാറ്റ ഗ്രൂപ്പ് വലിയൊരു സഹായമാണ് ഫോർഡ് ഗ്രൂപ്പിന് ചെയ്തത് എന്നാണ്. ഈ അടുത്ത കാലത്ത് വാഹന രംഗത്തുണ്ടായ വലിയൊരു മുന്നേറ്റമാണ് ഇലക്ട്രിക് കാറുകൾ. 1996 മുതൽ 99 വരെയുള്ള കാലത്ത് പ്രമുഖരായ ജനറൽ മോട്ടോഴ്സിന്റെ EV1 എന്ന ഇലക്ട്രിക് കാർ പരാജയപ്പെട്ടു പോയിടത്താണ് ഇലോൺ മസ്ക് എന്ന ബുദ്ധിമാനും സമ്പന്നനുമായ വ്യവസായി ടെസ്ല എന്ന തന്റെ പുതിയ കാർ കമ്പനിയുമായി വരുന്നത്. ഒരു തുടക്കക്കാരന്റെ അമിതാവേശമായി ഇൻഡസ്ട്രിയിലെ പ്രമുഖർ അതിനെ എഴുതിത്തള്ളി. 2008 ഇറങ്ങിയ ടെസ്ലയുടെ ആദ്യ മോഡലായ റോഡ്സ്റ്റർ ഒരു ലക്ഷറി സ്പോർട്സ് കാർ ആയിരുന്നുവെങ്കിൽ കൂടിയും വലിയ തിരക്കേടില്ലാത്ത വിൽപ്പന കൈവരിച്ചു. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ടെസ്ല മോട്ടോഴ്സ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. 2012 മോഡൽ എസ് എന്ന ലക്ഷറി സെഡാൻ കാർ ടെസ്ല പുറത്തിറക്കി. പക്ഷേ ചില മാധ്യമങ്ങളിൽ വന്ന നെഗറ്റീവ് റിവ്യൂസ് തുടക്കത്തിൽ കച്ചവടത്തെ അല്പം പുറകോട്ടടിച്ചു. 2015-2016 കാലഘട്ടമായപ്പോഴേക്കും മോഡൽ എസ് ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഇലക്ട്രിക് കാറുകളുടെ ഗണത്തിലേക്ക് ഉയർന്നു. പിന്നീട് ഇറങ്ങിയ മോഡൽ എക്സിനു വിപണിയിൽ വലിയ മുന്നേറ്റമൊന്നും നടത്താൻ സാധിച്ചില്ലെങ്കിലും അതിനുശേഷം ബഡ്ജറ്റ് കാർ എന്ന ലേബലിൽ 2016 അവതരിപ്പിച്ച മോഡൽ 3ക്ക് റെക്കോർഡ് പ്രീ ബുക്കിംഗ് ആണ് ലഭിച്ചത്. ആദ്യ വാഹനം നിരത്തിലിറക്കിയിട്ട് വെറും 10 കൊല്ലം മാത്രമായ കമ്പനി മാർക്കറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിൽ 100 കൊല്ലത്തിനു മേൽ പഴക്കമുള്ള ഫോർഡിനെയും ജനറൽ മോട്ടോഴ്സിനെയും കടത്തിവെട്ടിയെന്ന് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ കളിയാക്കിയവരോട് എലോൺ മസ്ക് പകരം വീട്ടിയെന്ന് വേണം കരുതാൻ. ഇറ്റലിയിൽ നടന്ന ഒരു സംഭവം പിന്നീട് സ്പോർട്സ് കാർ സെഗ്മെന്റിനെ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി. അക്കാലത്ത് ഇറ്റലിയിലെ ഏതൊരാളുടെയും സ്വപ്നമായിരുന്നു ഒരു ഫെറാറി കാർ. അന്ന് ഇറ്റലിയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്ന ട്രാക്ടർ കമ്പനിയുടെ മുതലാളിയായ ഫെറോച്ചിയോയും ഒരു ഫെറാറി കാർ വാങ്ങിച്ചു. അദ്ദേഹം മിലിറ്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല മെക്കാനിക്ക് കൂടിയായിരുന്നു. തൻ്റെ പുതിയ കാറിനെ അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനാവശ്യ ശബ്ദങ്ങളും അടിക്കടി കേടായിക്കൊണ്ടിരുന്ന ക്ലച്ചും അദ്ദേഹത്തെ വളരെയധികം അലോസരപ്പെടുത്തി. ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുവാനായി അദ്ദേഹം ഒരു ദിവസം ഫെറാറി കമ്പനി മുതലാളിയായ എൻസോ ഫെറാറിയെ പോയി കണ്ടു. പക്ഷെ വെറും ഒരു ട്രാക്ടർ കമ്പനിയുടെ മുതലാളി തനിക്ക് ഉപദേശം നൽകുന്നത് എൻസോ ഫെറാറിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണം. അദ്ദേഹം ഫെറൂച്ചിയോയെ കളിയാക്കി കമ്പനിയിൽ നിന്നും ഇറക്കിവിട്ടു. തോൽവി സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്ന ഫെറൂച്ചിയോ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ തന്റെ കാർ കമ്പനി തുടങ്ങി. തന്റെ കുടുംബപ്പേര് തന്നെയാണ് അദ്ദേഹം ട്രാക്ടർ കമ്പനിക്ക് എന്ന പോലെ തന്നെ തന്റെ കാർ കമ്പനിക്ക് വിട്ടത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നായിരുന്നു, പ്രത്യേകിച്ച് വോയിസ് റെക്കോർഡ് ചെയ്തപ്പോൾ. അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ.